കന്യാകുമാരിയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രിൻസിപ്പൽ അറസ്റ്റിൽ. ബെത്ലഹേം നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഷീജയാണ് അറസ്റ്റിലായത്. നെയ്യാറ്റിൻകര സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥി ആൻ സിജിയാണ് ജീവനൊടുക്കിയത്. വിവരങ്ങളുമായി അനുരു അശോകൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അനുരു, ഈ സംഭവത്തിൽ ആദ്യം മുതൽ തന്നെ സംശയനിഴലിലായിരുന്നു ഈ പ്രിൻസിപ്പൽ. അവർ ഒളിവിലുമായിരുന്നു. ഇപ്പോൾ ഇതാ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എവിടെ നിന്നാണ് പിടികൂടിയത്? ബാംഗ്ലൂരിൽ നിന്നാണ് ഇന്ന് രാത്രിയോടുകൂടി പ്രിൻസിപ്പൽ ഷീജയെ അറസ്റ്റ് ചെയ്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ എന്തായാലും നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. വളരെ രഹസ്യമായി ഒളിസങ്കേതത്തിൽ നിന്ന് പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ഓഗസ്റ്റ് 14-നാണ് നെയ്യാറ്റിൻകര ഉദയംകുളങ്ങര സ്വദേശിയായ ആൻസിജി കുക്കു എന്നുള്ള 21-കാരി തമിഴ്നാട്ടിലെ ഈ കരിങ്കൽ ബെത്ലഹേം നഴ്സിംഗ് കോളേജിൻ്റെ 3ാം നില കെട്ടിടത്തിൽ നിന്ന് വീഴുന്നത്. ഇതൊരു കൊലപാതകമാണ്. ഈ പറയുന്ന പ്രധാന അധ്യാപികയുടെ ഷിജിയുടെ മാനസിക പീഡനമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. ഇത് ഷിജിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളടക്കം വ്യാപകമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇന്നാണ് ആൻസിജിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഈ പറയുന്ന 14-ാം തീയതി സ്വാതന്ത്ര്യദിന പരിപാടികൾക്കിടയിൽ ഈ പറയുന്ന തോരണങ്ങൾ ഒരുക്കുന്നതിനിടയിൽ കാൽ വഴുതി 3ാം നിലയിൽ നിന്ന് ആൻസിജി വീഴുകയായിരുന്നു എന്നുള്ളതാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ വിദ്യാർത്ഥികൾ പറയുന്നത് ഇതല്ല. ഈ കോളേജിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുത് എന്നൊരു നിയമമുണ്ടായിരുന്നു. പക്ഷേ ഈ ആൻസിജിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടുകയും വളരെ ഉപദ്രവകരമായ രീതിയിൽ, ആക്ഷേപിക്കുന്ന രീതിയിൽ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്ന് ശകാരമുണ്ടാകുകയും ചെയ്തിരുന്നു. അതിന് പ്രധാനമായി കാരണം വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത് മാസങ്ങൾക്ക് മുമ്പ് കോളേജ് ഹോസ്റ്റലിൽ മോശം ഭക്ഷണം വിളമ്പിയതിനെതിരെ ആൻസിജിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നടന്നിരുന്നു. അതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് ആൻസിജി തന്നെയായിരുന്നു. ഈ ഒരു വൈരാഗ്യം കൂടി അധ്യാപികയ്ക്കുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടി ഒരു പ്രതിഷേധം, ഇതിൻ്റെയും കൂടി ശകാരം കൂടി ചേർത്തിട്ടാണ് ഷിജി ആൻസിജിക്ക് നൽകിയത്. ഇതിൻ്റെ തുടർച്ചയെന്നുള്ള നിലയിലാണ് മനോവിഷമം കാരണമാണ് ആൻസിജി ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ആൻസിജിയെ വീണ ഉടനെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും ഒക്കെ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല. ഇന്നലെ മരണമടയുകയായിരുന്നു. ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടന്നു. പക്ഷേ കേസിന് ശേഷം കരിങ്കൽ പോലീസ് ഈ പറയുന്ന അധ്യാപികയ്ക്കെതിരെയും മാനേജ്മെൻറ്റിനെതിരെയും കേസെടുക്കുകയും തുടർന്ന് ഇവർ ഒളിവിൽ പോവുകയും ചെയ്തു. ഇവരെ പിടികൂടാത്തതിൽ കോളേജിലും പുറത്തും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വ്യാപകമായ പ്രതിഷേധം നഴ്സിംഗ് വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കെ അടക്കം ആൻസിജിക്ക് നീതി വേണമെന്നുള്ള രീതിയിൽ ഹാഷ്ടാഗുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കരിങ്കൽ പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് ഈ പ്രിൻസിപ്പൽ ഷിജിയെ പിടികൂടിയിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനുരു അശോകൻ.